ഊർജം അഥവാ എനർജി, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂൾ ആണ്. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യനാണ്. ഭൂമിയിലെ മുഖ്യ ഊർജ സ്രോതസ്സുകൾ കാറ്റ്, ജലം, തിരമാല, ജൈവപിണ്ഡം, സൂര്യൻ, ബയോഗ്യാസ് തുടങ്ങിയവയാണ്. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പാർലമെന്റ് പാകിസ്ഥാൻ പാർലമെന്റ്. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജരൂപം ശബ്ദോർജം. ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും മുഖ്യ ഊർജസ്രോതസ്സ് സൗരോർജം. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എർക്ക് ആണ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഗതികോർജവും സ്ഥിതികോർജവും. എന്താണ് ഗതികോർജം? ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. എന്താണ് സ്ഥിതികോർജം? സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം എന്നിവയിലെ ഊർജം ഗതികോർജമാണ്. ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം സ്ഥിതികോർജമാണ്. ഊർജ സംരക്ഷണ നിയമം. ഊർജത്തെ പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എന്നാൽ ഊർജനഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലുള്ള ഊർജമാക്കി മാറ്റാൻ കഴിയും. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. സൂര്യനിലെ ഊർജോൽപാദനത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയവും ആധികാരികവുമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ഹാൻസ് ബേത്ത്. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജമാണ് ശബ്ദോർജം. അതുകൊണ്ട് തന്നെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷവായുവില്ല. കൂട്ടുകാരെ, എനർജിയെ പറ്റിയുള്ള ഈ അറിവുകൾ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യുക.